ഹലോ. സാറ്റർഡേ അല്ലേ, നമുക്കൊന്ന് സിറ്റി വരെ പോയിട്ട് വരാം. കുറച്ച് പരിപാടിയുണ്ട്. നമ്മുടെ അതുൽ റോയ് അഥവാ പിക് ഹൺഡ്രഡിൻ്റെ ക്യാമറ ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. പിന്നെ അവൻ്റെ പുതിയ മാക്രോ ലെൻസ് വന്നിട്ടുണ്ട്, സോ അതും കൂടെ പോയൊന്ന് കളക്ട് ചെയ്യണം. ദേ ഇതാണ് സംഭവം. മാക്രോ ഫോട്ടോഗ്രാഫി അളിയാൻ പണ്ടേ വിഷയമാണ്. കാശ് കുറച്ച് പൊട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഇല്ലായ്മ മാത്രമാണ് നിങ്ങളിപ്പോൾ ആ ഫേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പിന്നെ അതിൻ്റെ കുറച്ച് ക്ഷീണം മാറ്റാമെന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ ലുലുവിൽ വെച്ച് വിട്ടു. ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡ് കാണാൻ ചാൻസ് ഉണ്ട്. ഇവൻ കുറേ നാളായിട്ടൊരു വാച്ച് എടുക്കണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മളങ്ങ് സഹായിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അത്യാവശ്യം ബ്രാൻഡഡ് കളക്ഷൻസ് ഉള്ള ഒരു ഔട്ട്ലെറ്റിൽ ഞങ്ങൾ എത്തി. ഒരുപാട് ബ്രാൻഡ്സ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ നോട്ടം മൊത്തം ഫോസിലോട്ടായിരുന്നു കേട്ടോ. ഈ മോഡൽ അവൻ എടുത്തപ്പോൾ തന്നെ അങ്ങ് ഇഷ്ടമായി. എന്നിട്ട് ഞങ്ങൾ നേരെ ഡീസലിൻ്റെ സെഷനിലോട്ടൊന്ന് പോയി. അത് പിന്നെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 12,796 രൂപ കൊടുത്ത് ഈ സാധനം അവൻ സ്വന്തമാക്കി. പട്ടിഷയൊന്നും ഞാൻ പറയത്തില്ല, ജസ്റ്റ് പിക് ഹൺഡ്രഡ് ഷോ. പിന്നെ ഞങ്ങൾ എനിക്കും ഇവനും ഒരേപോലെ ക്രേസ് ഉള്ള ഒരു ഏരിയയിലോട്ടാണ് പോയത്. ക്യാഷ് അത്യാവശ്യം പൊട്ടിയോണ്ട് തന്നെ നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. ഈ പ്രിന്റ് ഞാൻ കുറേ നാളായിട്ട് നോക്കാം കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് സ്റ്റുഡിയോയിലൊന്ന് കയറി ഫുൾ മിറർ കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്ന് ഫ്ലെക്സ് ചെയ്യാം. ബോഡിയൊക്കെ പോയാലിയാ സീനില്ല, നമുക്ക് സെറ്റാക്കിയാണല്ലോ ഒന്ന് നമുക്ക് ശീലം. ഇനി കുറച്ചേരം നമുക്ക് ഷർട്ട് ഇട്ട് ഷോണിക്കാം. കൊള്ളാം, പെർഫെക്റ്റ് ഇൻ സൈസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി പിന്നെ അതിന്റെ സന്തോഷത്തിന് ഒരു ഹെൽത്തി ആപ്പിൾ മിൽക്ക് കുടിക്കാന്ന് കരുതി. സംഭവം കൊള്ളാം, നൈസാണ്. ഷുഗർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. അടിപൊളി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉറങ്ങിക്കിടന്ന് എൻ്റെ ആശാന്റെ സന്തതിനെ ഞാൻ തോണ്ടി ശല്യം ചെയ്തു. ഒരു സുഖം. അത്യാവശ്യം നല്ലൊരു ബ്ലോക്കും കഴിഞ്ഞ് ഞങ്ങൾ ബാക്ക് വന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇറ്റ് വാസ് എ സൂപ്പർ ചിൽ ഡേ. അപ്പോൾ അത്രേ ഉള്ളിയാ. എല്ലാവരുടെ ഡേയ്സും ഇതിൽ നിന്നും ബെറ്റർ ആയിട്ട് ചില്ലാവട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.